Hey guys, welcome back to my channel Anybody Can Cook by Nasya. ഇന്നത്തെ റെസിപ്പി വാട്ടർമെലൺ വെച്ചിട്ടുള്ളൊരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. അതിൻ്റെ എന്താണ് നമുക്ക് വേണ്ട ചേരുവകളെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഇവിടെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് ചെറി, ടൂട്ടി ഫ്രൂട്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ജാമും ഉണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വാട്ടർമെലൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ ഇതിന് നമുക്ക് നീളത്തിൽ മുറിക്കണം. ഇത് നമുക്ക് ഒരു ഹാഫ് മാത്രം മതിയാവും ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ വാട്ടർമെലൺ കംപ്ലീറ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കാർവ് ചെയ്ത് ഇളക്കും. സോ ഞാനത് കംപ്ലീറ്റ് ഈ തോടിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ നിറയ്ക്കാം. സോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നു, കാഷ്യൂ, ഡേറ്റ്സ്, മുറിച്ച് വെച്ചിരിക്കുന്ന ചെറി, റൈസിൻസ്, പിന്നെ ഇതിന് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ഹണി ആഡ് ചെയ്യാം. ദെൻ ഫൈനലി നമുക്ക് കുറച്ച് കോൺഫ്ലേക്സും കൂടി ഇട്ട് ഫിനിഷ് അപ്പ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ കോൺഫ്ലേക്സ് ആണ്, ഫ്ലേവേർഡ് ഒന്നുമല്ല. ഇത് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നോമ്പ് തുറ സമയത്തൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം ഈ ഡ്രൈ ഫ്രൂട്ട്സും ആ വാട്ടർ കണ്ടൻറ്റും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഉള്ളിച്ചെല്ലും. കുട്ടികൾക്കും ഇഷ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. നമ്മൾ കുറച്ച് ജാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജാം ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയും മേളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂൺ ഹണിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തണ്ണിമത്തൻ സാലഡ് അഥവാ തണ്ണിമത്തൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് എളുപ്പത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തതെന്ന്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഡ്രൈ ഫ്രൂട്ട്സും നല്ല തണ്ണിമത്തൻ്റെ ജ്യൂസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് നമ്മുടെ റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റ് നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye.